ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എക്കോളജിയിലെ മാംഗ്രൂവ്സ് കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഹോട്ട്സ്പോട്ട് എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് കണ്ടൽ വനങ്ങൾ അഥവാ കണ്ടൽ കാടുകൾ, മാംഗ്രൂവ്സ്? കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ ഫോറസ്റ്റുകളെ കുറിച്ചായിരുന്നു. അതിൽ കടലോര ചതുപ്പ് വനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. തണ്ണീർത്തടങ്ങളിൽ കാണപ്പെടുന്ന ഇന്ത്യയിൽ പല ഭാഗത്തും ഈ ചതുപ്പ് നിലങ്ങളിൽ, അതുപോലെ കടലോര ഭാഗത്ത് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നു. എന്താണ് കണ്ടൽ കാടുകൾ? തീരദേശങ്ങളിലെ ഉപ്പുവെള്ളത്തിലും അതിൽ വളർന്ന കുറ്റിച്ചെടികളോ അല്ലെങ്കിൽ ചെറിയ മരങ്ങളെയാണ് കണ്ടൽ കാടുകൾ എന്നറിയപ്പെടുന്നത്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ഫ്രഷ് വാട്ടർ കൂടെ ചേർന്ന പരിസരങ്ങളിൽ വളരാൻ കഴിവുള്ളവരാണ് ഈ കണ്ടൽ കാടുകൾ എന്നറിയപ്പെടുന്നത്. ഹാലോഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പിന്റെ ലവണത്വം കൂടുതൽ സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളെ പൊതുവെ ഹാലോഫൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഹാലോഫൈറ്റിന് ഉദാഹരണം കൂടിയാണ് കണ്ടൽ വനങ്ങൾ. ഈ കണ്ടൽ കാടുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയും. അതായത് കണ്ടൽ ചെടിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ആ മണ്ണിന് മുകളിൽ ആ സ്റ്റെമ്മിന്റെ ഭാഗങ്ങളിൽ നിന്നും താങ്ങ് കൊടുത്തതുപോലെ 4 സൈഡിലേക്ക് ചുറ്റുപാടും കുറെ വേരുകൾ വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. ആ വേരുകളാണ് ആ ചെടിയെ കണ്ടലിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ അഥവാ സ്റ്റിൽറ്റ് റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വേരുകൾ ചെടികളെ താങ്ങ് നിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെളി നിറഞ്ഞ പ്രദേശത്താണല്ലോ ഇവ വളരുന്നത്. അപ്പോൾ ചെളിയിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടില്ല. അപ്പൊ ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ വേരുകൾ താഴോട്ട് വളരുന്നതിന് പകരം ശ്വസിക്കാൻ വേണ്ടി പ്രത്യേകതരം വേരുകൾ മണ്ണിന്റെ മുകളിലേക്ക് ടേൺ ചെയ്ത് വളരുന്നു. അതായത് ലൈറ്റിന് നേരെ പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആയിട്ടും നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിട്ടും വളരുന്ന ഇത്തരം വേരുകളെ ന്യൂമാറ്റോഫോറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ശ്വസന വേരുകൾ എന്നും പറയാം. അതായത് ശ്വസിക്കാൻ വേണ്ടി മുകളിലേക്ക് ടേൺ ചെയ്ത് വളരുന്ന വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോറുകൾ എന്നറിയപ്പെടുന്നത്. ഈ വേരുകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ ന്യൂമാറ്റോ തോടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടൽ കാടുകളുടെ പ്രത്യേകതയാണ് ഈ ന്യൂമാറ്റോഫോറുകൾ. ഉഷ്ണമേഖല പ്രദേശത്താണ് കൂടുതലായിട്ട് ഇത്തരം കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് കണ്ണൂരിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കാവേരി, കൃഷ്ണ, മഹാനദി, ഗോദാവരി, ഗംഗ തുടങ്ങിയ നദികളുടെ ഡെൽറ്റ തീരദേശ പ്രദേശങ്ങളിലും അതിന്റെ അരികുകളിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. കേരളത്തിലുമുണ്ട്. കേരളത്തിൽ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മറ്റ് കായലിന്റെ അതുപോലെ കടലോര ഭാഗങ്ങളിൽ നമുക്ക് കണ്ടൽ വനങ്ങൾ കേരളത്തിൽ കാണാൻ കഴിയും. ഈ ചിത്രം നോക്കുക. ഇതിൽ കാണപ്പെടുന്ന മണ്ണിന്റെ മുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് സ്റ്റിൽറ്റ് റൂട്ട് അഥവാ പൊയ്ക്കാല് വേരുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ചിത്രത്തിൽ കാണാൻ നോക്കൂ, കുറെ മുള്ളുകൾ പോലെ, മരക്കുറ്റികൾ പോലെ മണ്ണിന്റെ മുകളിലോട്ട് ടേൺ ചെയ്ത് നിൽക്കുന്ന ഇത്തരം വേരുകളാണ് ന്യൂമാറ്റോഫോറുകൾ, ശ്വസന വേരുകൾ. അപ്പൊ ശ്വസിക്കാൻ വേണ്ടി ചെളി ആയതുകൊണ്ട് തന്നെ താഴോട്ട് പോകാതെ പകരം മുകളിലേക്ക് ടേൺ ചെയ്ത് വളരുന്ന ഇത്തരം വേരുകളെ ന്യൂമാറ്റോഫോർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ടിപ്പിൽ ചെറിയ സൂക്ഷ്മങ്ങൾ ഉണ്ടാവും. ഇതിന് ന്യൂമാറ്റോ തോടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് വിവിപാരി? ഒരു ഓർഗാനിസത്തിന്റെ യൂട്രസിൽ ഒരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുകയും അത് ഫുൾ മെച്ചർ ആയിട്ട് മാത്രം പുറത്തു വരികയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസവിക്കുന്ന തരത്തിലുള്ള സസ്തനികളുടെ ആ സ്വഭാവത്തിനാണ് നമ്മൾ വിവിപാരി എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്നാൽ സസ്യങ്ങളിലും അതേപോലെ വിവിപാരി കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് അബിസീനിയ പോലുള്ള പല കണ്ടൽ കാടുകൾ. കണ്ടൽ കാടുകളുടെ പ്രത്യേകതയാണ് ഈ വിവിപാരി. അതായത് ആ ചിത്രം നോക്കുക. അതിന്റെ ഫ്രൂട്ടിനുള്ളിൽ ഇരുന്ന് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നു. സീഡിന്റെ എംബ്രിയിലെ റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിൽ നിന്ന് ഒരു ചെറിയ തണ്ട് പോലെ, പച്ച തണ്ട് പോലെ താഴോട്ട് കാണുന്നത് ആ റാഡിക്കലിന്റെ ഇലോങ്ങേഷൻ ആണ്. ഇതിങ്ങനെ ഇലോങ്ങേറ്റ് വരികയും പിന്നീട് അതിന്റെ ടിപ്പിൽ ചെറുതായിട്ട് റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മണ്ണിൽ നിന്നും ചെടിയിൽ നിന്നും വിട്ടുവരും. ചെടിയിൽ നിന്ന് ആ കായ് ഭാഗത്ത് നിന്ന് വിട്ടുവരികയും ഇത് ചെളിയിൽ നിന്ന് വീഴുമ്പോൾ എങ്ങനെ, എന്തായാലും ചെളിയിൽ കുത്തി അങ്ങ് വീഴുമ്പോൾ ആ ചെടിയിലേക്ക് ആ താഴ്ന്നിറങ്ങുകയും ആ വേര് അവിടെ ഉറച്ചു നിൽക്കുകയും പിന്നെ വളർന്ന് വലുതാകുകയും ചെയ്യും. ഡയറക്റ്റ് സീഡ് ചെളിയിൽ വീണ് കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ആ സീഡ് ചിലപ്പോൾ അവിടെ അതിനുള്ള സീഡ് ജെർമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന് സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ആ ഫ്രൂട്ടിനുള്ളിൽ, ഒരു ഗർഭാശയത്തിനുള്ളിൽ എംബ്രിയോ വളരുന്നത് പോലെ ഫ്രൂട്ടിനുള്ളിലെ സീഡിനുള്ളിലെ എംബ്രിയോ അതിനുള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അതിലെ റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്ത് പുറത്തേക്ക് നീണ്ടു വരുന്ന നമ്മളെ ചിത്രത്തിൽ കാണുന്നു. അങ്ങനെ നീണ്ടു വരികയും പിന്നീട് വേരൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്രൂട്ട് അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയും ചെളിയിൽ വീണ് ആ ചെളിയിൽ ഉറച്ചു നിൽക്കുകയും പുതിയ മരമായിട്ട് വളരുകയും ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ഒരു ഫ്രൂട്ടിനുള്ളിൽ നിന്ന് തന്നെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് വിവിപാരിയായിട്ട്
ഒരു ഉപമ കൊടുത്തിരിക്കുന്നത്, അതുമായിട്ട് സിമിലാരിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണ്ടൽക്കാടുകളിൽ വിവിപാരസ് ക്യാരക്ടർ കാണിക്കുന്ന പ്ലാന്റ്സുകളാണ് അബിസീനിയ, അതുപോലെ ഹെറിറ്റേറിയ, റൈസോപോറ, സൊണറേഷ്യ തുടങ്ങിയ പ്ലാന്റ്. ഇതെല്ലാം ഒരു പ്രത്യേകതരം വിവിപാരി കണ്ടീഷൻ പോലെയാണ് ഇതിന്റെ പുതിയ ജനറേഷനിൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മാതൃസസ്യത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ സീഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടൽ കാടുകളുടെ പ്രാധാന്യം. വിവിധ തരം മത്സ്യങ്ങളുടെയും ജലജീവികൾക്കും ആവാസ വ്യവസ്ഥയായിട്ട് മാറുന്നത് കണ്ടൽക്കാടുകളാണ്. പ്രത്യേകിച്ച് ഉപ്പിന്റെ ലവണാംശത്വം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സസ്യ ജന്തു ജാലങ്ങൾ ഒരുപാട് കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കണ്ടൽക്കാട്. അതുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകൾ അറിയപ്പെടുന്ന പേരാണ് പ്രകൃതിയുടെ നഴ്സറികൾ. പ്രകൃതിയുടെ നഴ്സറികൾ എന്നാണ് കണ്ടൽക്കാടുകളെ പൊതുവെ അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടൽ വനങ്ങൾ പറഞ്ഞപ്പോൾ പക്ഷി സങ്കേതത്തെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? മംഗളവനം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടിലാണ് ഒരു പക്ഷി സങ്കേതം കാണപ്പെടുന്നത്. അത് കൊച്ചിയുടെ തന്നെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഒരു കണ്ടൽ കാടിനുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തിരിക്കുക. കണ്ടൽ വനങ്ങളിൽ പൊതുവെ പ്രകൃതിയുടെ നഴ്സറികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖല കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കൽ കണ്ടൽ കാടുകൾക്കുണ്ട്. സാധാരണ മരങ്ങളിൽ ഫോട്ടോസിന് കപ്പാസിറ്റി എന്ന് പറയും, മരങ്ങൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. അതിന്റെ 50 ഇരട്ടി, അതിനേക്കാൾ 50 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനുള്ള കഴിവ് കണ്ടൽ കാടുകൾക്കുണ്ട്. ഈ ഒരു കപ്പാസിറ്റി കാരണം അന്തരീക്ഷത്തിന്റെ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മലിനീകരണം ഉണ്ടാവാൻ നോക്കുന്ന കണ്ടൽക്കാടുകൾ. ഈ ഒരു ഫിനോമിനാണ് ബ്ലൂ കാർബൺ സിങ്ക്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ബ്ലൂ കാർബൺ സിങ്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടൽക്കാടുകളുടെ സാന്നിധ്യം തീരദേശങ്ങളിലെ കരയിടിച്ചിൽ, ഉപ്പുവെള്ളത്തിന്റെ കയറ്റം, വെള്ളപ്പൊക്കം, സുനാമി എന്നിവ തടയുന്നു. ഇപ്പൊ പ്രത്യേകതരം വേരുകൾ ഇങ്ങനെ അടുക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവത്തില്ല, ഉപ്പുവെള്ളം മുകളിലോട്ട് കയറില്ല, സുനാമി ഉണ്ടാവത്തില്ല, വെള്ളപ്പൊക്കത്തിന് തടയാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. കണ്ടലിന്റെ വേരുകൾ മണ്ണിനെയും മറ്റു വസ്തുക്കളെയും പിടിച്ചു നിർത്തുകയും കരയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം അരിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വേരുകൾക്ക് മണ്ണിനെ ഉറപ്പിച്ചു നിർത്താനും പറ്റും, അതോടൊപ്പം വെള്ളത്തിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ കാലിഫോർണിയയിലെ അക്കാട്ട എന്ന സ്ഥലത്ത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഈ ഒരു കണ്ടൽക്കാടുമായി ചേർത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതായത് നഗരങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിനെ ആദ്യത്തെ പ്രൈമറി സെറ്റിൽമെന്റ് ട്രീറ്റ്മെന്റ് ശേഷം ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, ക്ലോറിനേഷൻ ചെയ്ത ശേഷം അതിലടങ്ങിയ ടോക്സിക് മെറ്റൽസിന്റെ അംശമുള്ള വെള്ളത്തിനെ കണ്ടൽക്കാടിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. കണ്ടൽക്കാടുകൾ വെള്ളത്തിലേക്ക് അരിച്ചിറങ്ങി പോകുമ്പോൾ ഈ വേരുകൾ തന്നെ ശുദ്ധീകരിക്കുകയും വെള്ളം ശുദ്ധമായി തന്നെ കണ്ടൽക്കാട് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നഗരത്തിലുണ്ടായ വേസ്റ്റ് വാട്ടർ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ കണ്ടൽക്കാടുകളാണ് കാലിഫോർണിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു പ്രദേശം, ചതുപ്പ് പ്രദേശം, അവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയാണ്. അതിനെ അറിയപ്പെടുന്ന പേര് ഫോം എന്നാണ്, ഫ്രണ്ട്സ് ഓഫ് അക്കാട്ട മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് സ്റ്റഡിയും ലോകത്ത് നടക്കുന്നുണ്ട്. കണ്ടൽ വനങ്ങൾ ഉപയോഗിച്ചിട്ട് നഗരങ്ങളിലെ വാട്ടർ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പരിഹാരം നേടാൻ ഒരു കേസ് സ്റ്റഡി നടക്കുന്നു. കണ്ടൽ വനങ്ങൾ പാറകളുടെ സംരക്ഷണത്തിന് കാരണമാകുന്നു. ആ പാറകൾക്കിടയിൽ മത്സ്യങ്ങൾക്ക് പ്രജനന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഇപ്പം മുട്ടയിടാനും പ്രസവിക്കാനും അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന, പ്രജനന കാര്യങ്ങൾ സുരക്ഷിതമാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ വനങ്ങളും അതോടൊപ്പം അവരുടെ പാറക്കെട്ടുകളും. ലോകം മത്സ്യസമ്പത്തിന്റെ 1/3 കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. മത്സ്യസമ്പത്ത് ഇവിടെ വളരെ കൂടുതലായിരിക്കും. ഈ ഒരു ഭാഗങ്ങളിൽ മത്സ്യസമ്പത്ത് കൂടുതലായിരിക്കും. ഇന്ത്യയിൽ ഒരുപാട് കണ്ടൽ വനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പലതും ഇന്ന് വന്യജീവി സങ്കേതങ്ങളാണ്. നേരത്തെ പറഞ്ഞ മംഗളവനം പക്ഷി സങ്കേതം, അതുപോലെ കണ്ണൂരിലും ഉണ്ട്, കടലുണ്ടി, അങ്ങനെ പല ഭാഗത്തും കണ്ടൽക്കാടുകളുണ്ട്. അതെല്ലാം പക്ഷി സങ്കേതങ്ങളും വന്യജീവി സങ്കേതങ്ങളും മാറ്റുന്നുണ്ട്. സുന്ദർബനിൽ ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട്, അവിടെയും വന്യജീവി സങ്കേതങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും കണ്ടൽ വനങ്ങൾ കാണുന്ന ഭാഗങ്ങൾ വന്യജീവി സങ്കേതങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളൊപ്പം നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ജൈവ വൈവിധ്യ തീവ്ര മേഖലകൾ അഥവാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. എന്താണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നോക്കാം. തദ്ദേശീയമായി ധാരാളം ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യങ്ങൾ കാണപ്പെടുന്ന മേഖലകളെയാണ് ജൈവ വൈവിധ്യ തീവ്ര മേഖലകൾ എന്നറിയപ്പെടുന്നത്. അതായത് അവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ കാണപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ ആ പ്ലാന്റ്സിനെല്ലാം ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്നതെങ്കിൽ ആ പ്രദേശത്തിന്റെ മൊത്തത്തില് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് കണക്കാക്കുന്നത്. നോർമൻ മേയർ എന്ന സയന്റിസ്റ്റ് ആണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് ആദ്യമായിട്ട് വെക്കുന്നത്. പ്രദേശത്തെ ഹോട്ട്സ്പോട്ടായിട്ട് പരിഗണിക്കുന്നതിന് അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ആ പ്രദേശത്തിന്റെ 70%
സ്വാഭാവിക ആവാസവും നശിച്ചിട്ടും അവിടുത്തെ സ്പീഷികൾ 1500 സ്പീഷീസുകളും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശം നമുക്ക് ഹോട്ട്സ്പോട്ട് ആയിട്ട് കണക്കാക്കാം. അതായത് ആ പ്രദേശത്തെ 70% ആവാസ വ്യവസ്ഥ നശിച്ചു പോയി, എന്നിട്ടും 1500 മുകളിൽ സ്പീഷീസ് അവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ മേഖലകളെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായിട്ട് മാറ്റാം. ലോകത്തെ അത്യധികമായി കാണപ്പെടുന്ന പല ജീവജാലങ്ങളും ഇതുപോലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ കാണപ്പെടുന്നു. ലോകത്തിലാകെ 36 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് കാണപ്പെടുന്നത്. അതിന്റെ ലോകത്തിന്റെ 1.4% ആകുന്നുള്ളൂ. ലോകത്തുള്ള 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളും ലോകത്തുള്ള മൊത്തം സമ്പത്തിന്റെ 1.4 മാത്രമേ ആകുന്നുള്ളെങ്കിലും 60% ലോക ജൈവ വൈവിധ്യം ഈ പങ്കിൽ തന്നെ കാണപ്പെടുന്നു. മൊത്തം ജൈവ വൈവിധ്യം എടുത്താൽ അതിന്റെ 60% ഹോട്ട്സ്പോട്ടുകൾ ഒതുങ്ങി കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ തീവ്ര മേഖല, അതായത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആമസോൺ മഴക്കാടുകൾ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് ജൈവ വൈവിധ്യ തീവ്ര മേഖലകൾ കാണപ്പെടുന്നത്. ഒന്നാമത്തത് പശ്ചിമഘട്ടവും ശ്രീലങ്കയും, രണ്ടാമത്തത് പൂർവ്വ ഹിമാലയം, മൂന്നാമത്തത് ഇൻഡോ ബർമ, 4 സുന്ദാലാൻഡ്. അല്ല, ആദ്യത്താണ് പശ്ചിമഘട്ടവും ശ്രീലങ്കയും. ശ്രീലങ്ക പശ്ചിമഘട്ടത്തിൽ തുടർച്ചയായിട്ട് കാണപ്പെടുന്നു എന്ന് കരുതുന്നത് കൊണ്ടാണ് ശ്രീലങ്കയുടെ പേര് കൂടി ഇതിന് ചേർത്ത് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ടം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് സസ്യജന്തുജാലങ്ങളുടെ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നു. അതുപോലെ നിരവധി തദ്ദേശീയവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പല ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം പൊതുവെ സഹ്യാദ്രി, സഹ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഒരു മലനിരയാണ് പശ്ചിമഘട്ടം. ഇത് പൊതുവെ മറ്റു പ്രദേശങ്ങളിൽ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ തന്നെ സഹ്യപർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളെല്ലാം സഹ്യപർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഹ്യപർവ്വതം അത്യപൂർവ ജൈവ കലവറയാണ്. നേരത്തെ പറഞ്ഞത് ഒരുപാട് ബയോഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന ഭാഗമാണ് സഹ്യപർവ്വതം. ഇന്ത്യയിലെ പുഷ്പിക്കുന്ന ഇനങ്ങളിൽ 1/3 ഭാഗം ഇവിടെ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ മൊത്തം ഫ്ലവർ പ്ലാന്റ്സ് എടുത്താൽ അതിന്റെ 1/3 ഭാഗം സഹ്യപർവ്വതത്തിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നിരവധി നദീതടങ്ങളുടെ ഒരു പ്രധാന വിഷ്ടി പ്രദേശമാണ് ഈ പ്രദേശം. നദീതീരങ്ങളെല്ലാം ചേർന്ന് ഒഴുകുന്ന ഒരു ഭാഗം അങ്ങോട്ടാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇങ്ങനെ പല ടൈപ്പ് വനങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ അഗസ്ത്യമലയിലും സൈലന്റ് വാലിയിലും, അതുപോലെ അമരമ്പലം റിസർവ്, കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ അമരമ്പലം റിസർവിലുമാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയുടെ ജൈവവൈവിധ്യം അറിയപ്പെടുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ശ്രീലങ്കയിൽ കാണപ്പെടുന്ന ജൈവ വൈവിധ്യം എന്ന് കണക്കാക്കുന്നത് കൊണ്ടാണ് പശ്ചിമഘട്ടത്തിന്റെ കൂടെ ശ്രീലങ്കയുടെ പേര് ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് പൂർവ്വ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയം. പരിണാമത്തിന്റെ വളരെയധികം കേന്ദ്രമായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. സപുഷ്പകളുടെ, പ്രത്യേകിച്ച് ഓർക്കിഡ്, 750ഓളം ഓർക്കിഡുകളുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന ഏരിയയാണ്. ഒരുപാട് മറ്റ് സസ്യ ജന്തുജാലങ്ങളുടെ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന ഏരിയ കൂടിയാണ് പൂർവ്വ ഹിമാലയം. ഭൂട്ടാൻ, വടക്ക് കിഴക്കൻ ഇന്ത്യ, തെക്കൻ, മധ്യൻ, കിഴക്കൻ നേപ്പാൾ തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് പൂർവ്വ ഹിമാലയം. ഇതിൽ ഉൾപ്പെടുന്ന ഉയരം കൂടിയ കൊടുമുടികളാണ് മൗണ്ട് കെട്ടു, എവറസ്റ്റ്. ലോകത്തിലെ ചില പ്രധാന നദികൾ ഉണ്ടാകുന്നതും ഈ ഹിമാലയത്തിൽ നിന്നാണ്. നമുക്കറിയാം ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ സിന്ധു നദി തുടങ്ങിയ ഒരുപാട് നദികൾ ഉണ്ടാകുന്നതും പ്രധാനപ്പെട്ട നദികളെല്ലാം ഈ ഹിമാലയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 100ലധികം പർവ്വതങ്ങൾ, നിരകൾ ചേർന്നാണ് പൂർവ്വ ഹിമാലയം, ഈ ഹിമാലയ പർവ്വതം. ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന പലതരം ജീവജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രാഗൺ ഫ്ലൈയും ഹിമാലയൻ ന്യൂട്ടും. ഈ 2 തരം സ്പീഷീസുകൾ ഒരുപാട് വംശനാശ ഭീഷണി നേരിടുന്ന 2 സ്പീഷീസുകൾ. ഇൻഡോ ബർമ മൂന്നാമത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഇൻഡോ ബർമ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് അതിന്റെ അസാധാരണമായ ജൈവ വൈവിധ്യത്തിനും ഉയർന്ന തോതിലുള്ള പ്രാദേശിക പേരുകെട്ട ഒരു പ്രദേശമാണ്. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നതിനെ കാണിക്കുന്ന പ്രദേശമാണ് ഇൻഡോ ബർമ റീജിയൻ. മറ്റിടത്തും കാണാത്ത ഒരുപാട് സ്പീഷീസുകൾ ഇവിടെ കാണാൻ കഴിയും. കംബോഡിയ, ലാവോസ്, മ്യാൻമാർ, തായ്ലൻഡ്, വിയറ്റ്നാം, തെക്കൻ ചൈന, വടക്ക് കിഴക്കൻ ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവയുടെ ഭാഗങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇൻഡോ ബർമ. ആഗോളതലത്തിൽ 36 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നായ ഈ പ്രദേശം ആഗോള സംരക്ഷണ ശ്രമങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കും.
ആഗോളതലത്തിൽ ലോകത്തിൽ മൊത്തത്തിൽ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞില്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയും പറഞ്ഞത്. കാരണം ഒരുപാട് മറ്റൊരിടത്തും കാണാത്ത ഒരുപാട് സ്പീഷീസുകൾ കാണപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇന്തോ ബർമയാണ്. നാലാമത്തെ ടൈപ്പാണ് സുന്ദാലാൻഡ്. സുന്ദാലാൻഡ് എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന സുന്ദാലാൻഡ് ഹോട്ട്സ്പോട്ട് സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ബ്രൂണൈ, മലേഷ്യ എന്നിവയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആൻഡമാൻ നിക്കോബാറിന്റെ പരിസരത്ത് കാണപ്പെടുന്നുണ്ട്. ഈ ആൻഡമാൻ നിക്കോബാർ പരിസരത്ത് കാണപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് ഇത് കണക്കാക്കുന്നത്. ശരിക്കും സുന്ദാലാൻഡ് ഇന്ത്യയുടെ ഭാഗമല്ല, എങ്കിലും ആൻഡമാൻ നിക്കോബാർ റീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അടുത്ത് ആയതുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് കരുതപ്പെടുകയാണ് ചെയ്യുന്നത്. 2013 സുന്ദാലാൻഡിനെ ഐക്യരാഷ്ട്രസഭ ഒരു ലോക ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രദേശം സമ്പന്നമായ കര, സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പേരുകെട്ടതാണ്. കര തീരപ്രദേശത്തും അതുപോലെ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പേരുകെട്ട പ്രദേശമാണ് സുന്ദാലാൻഡ്. ലോകത്തിലെ ഏറ്റവും ജൈവശാസ്ത്രപരമായിട്ട് സമ്പന്നമായ പല ജീവികൾ അടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് സുന്ദാലാൻഡ്. 25,000-ഓളം വാസ്കുലർ പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഭാഗമാണ് സുന്ദാലാൻഡ്. അതിൽ 15,000-ഓളം സ്പാനുകൾ ആൻഡമാൻ നിക്കോബാർ ആ റീജിയനുമായി ചേർന്ന ഭാഗത്ത് തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. 4 ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും അതോടൊപ്പം കണ്ടൽ കാടുകളുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ന ടോപ്പിക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.